ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. മെക്കാനിക്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെക്കാനിക് അങ്ങനെ ഒരു ഫീൽഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ പൊളിച്ചുപണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, അതായത് പഴയ നിങ്ങളുടെ പോരായ്മകൾ നികത്തിക്കൊണ്ട് പുതിയതായിട്ട് ഒരു പുതിയ തുടക്കം എന്നോണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഇത്. അങ്ങനെയും പറയാം ഈ കാർഡ് വരുമ്പോൾ. സെപ്റ്റംബർ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സെപ്റ്റംബർ എന്നൊരു മാസത്തിൽ ജനിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സെപ്റ്റംബർ എന്നൊരു മാസത്തിന് എന്തൊക്കെയോ ബന്ധമുണ്ട്. മൂഡ് സ്വിങ്സ്. നിങ്ങൾക്കോ അവർക്കോ ഒരുപാട് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ചില സമയത്ത് നിങ്ങൾ അഗ്രസീവായിട്ട് പെരുമാറുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. ചോക്ലേറ്റ്. നിങ്ങൾക്കോ അവർക്കോ ചോക്ലേറ്റ്സ് ഒരുപാട് ഇഷ്ടമായിരിക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റുമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തൊക്കെയോ ബന്ധമുണ്ടായിരിക്കും. നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും ചോക്ലേറ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് ആശംസകൾ നൽകുകയാണ് അവർ. കരിയർ പരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനുള്ള ഒരു ആശംസ നൽകുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആശംസ നൽകുകയാണ്. ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാലത്ത് വിലക്കിയിരുന്ന എന്തോ ഒരു കാര്യം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാണ് എന്നാണ് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനുള്ള എന്തോ ഒരു കാര്യം ചെയ്യാൻ അവരിപ്പോൾ തയ്യാറാണ്. ഐ ഡോണ്ട് ലവ് യു. നമുക്ക് ബാക്കി വരുന്ന കാർഡ്സ് വെച്ചിട്ട് നമുക്ക് പറയാം. ഇതൊരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ അവരോടോ അല്ലെങ്കിൽ അവർ നിങ്ങളോടോ പറഞ്ഞ ഒരു വാചകമായിരിക്കും ഇത്. ഏപ്രിൽ. നിങ്ങളുടെയോ അവരുടെയോ ജീവിതത്തിൽ ഏപ്രിൽ എന്നൊരു മാസമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. ദിസ് ഈസ് നോട്ട് ദി എൻഡ്. എന്ത് തന്നെയായാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും ഇതൊന്നിൻ്റെയും അവസാനമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഫ്രണ്ട്സ്.